ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. മനുഷ്യൻ വിചാരിക്കുന്നത് എന്തോ അതവനായിത്തീരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്തകളുടെ പരിധി എവിടെയാണോ അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ അതിരും. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുക എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. കൂട്ടുകാരെ, നമ്മളിൽ പലരും സ്വപ്നം കാണാൻ പോലും പേടിക്കുന്നവരാണ്. എനിക്ക് അതിന് സാധിക്കുമോ, എൻ്റെ സാഹചര്യം അതിന് അനുവദിക്കുമോ എന്നിങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഓർക്കുക, ലോക ചരിത്രം മാറ്റിമറിച്ചവരൊക്കെയും അസാധ്യമായതിനെ സ്വപ്നം കണ്ടവരാണ്. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയെ നോക്കി മനുഷ്യനും പറക്കണമെന്ന് സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വിമാനങ്ങൾ ഉള്ളത്. ലോകത്തിന്റെ ഒരറ്റത്തിരുന്ന് മറ്റേ അറ്റത്തുള്ള ആളോട് സംസാരിക്കണമെന്ന് ആരോ സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതായാലും അതിനെ ചേർത്ത് പിടിക്കുക. സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര ഒരിക്കലും സുഗമമായിരിക്കില്ല. പരിഹാസങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും നിങ്ങളെ തേടി വരും. ഇന്ത്യയുടെ മിസൈൽ മൈൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതം നോക്കൂ. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പത്രവിതരണം നടത്തി പഠിച്ച് പരിമിതികളുടെ നടുവിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയത്. അദ്ദേഹം നമ്മോട് പറഞ്ഞു, ഉയരത്തിൽ ചിന്തിക്കാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നിങ്ങളുടെ മുന്നിൽ ഇന്ന് കാണുന്ന പ്രതിസന്ധികൾ, അത് സാമ്പത്തികമായാലും പഠനപരമായ ബുദ്ധിമുട്ടുകളായാലും, അതൊന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല. അവയൊക്കെയും നിങ്ങളെ തേച്ചു മിനുക്കി എടുക്കാനുള്ള വെല്ലുവിളികൾ മാത്രമാണ്. പ്രിയ സുഹൃത്തുക്കളെ, സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ഒരാളും വിജയിയാകില്ല. സ്വപ്നത്തിന് പിന്നാലെ പായാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. ഒരു ശില്പി കല്ലിൽ സ്വപ്നം കാണുമ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ വിഗ്രഹം പിറക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതമാകുന്ന കല്ലിനെ സ്വപ്നങ്ങളാകുന്ന ഉളി കൊണ്ട് ചെത്തിയെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അലസതയെ വെടിഞ്ഞ് കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നേറുക. നിങ്ങളൊരു കളിക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരനാകാൻ സ്വപ്നം കാണുക. നിങ്ങളൊരു ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പുതിയൊരു ലോകം കണ്ടെത്തുമെന്ന് സ്വപ്നം കാണുക. മറ്റൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒന്നു മാത്രം ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ സ്വപ്നങ്ങൾ അത്ര വലുതല്ല എന്നാണ്. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന അത്ര വലിയ സ്വപ്നങ്ങൾ കാണുക, അവ നേടിയെടുക്കാൻ പോരാടുക. ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ചുവടുവയ്ക്കാം. നന്ദി, നമസ്കാരം.